അതിനു മുമ്പൊരു ചോദ്യം, സ്നേഹം എങ്ങനെയാണ് അറിയുന്നത്? ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദ ലവ്? എങ്ങനെയാ സ്നേഹം അറിയുന്നത്? മിക്കവാറും പിള്ളേർക്ക് അമ്മ മരിക്കുമ്പോഴാണ് അമ്മയുടെ സ്നേഹം മനസ്സിലാകുന്നത്. അപ്പം മരിക്കുമ്പോഴാണ് അപ്പന്റെ സ്നേഹം മനസ്സിലാകുന്നത്. എങ്ങനെ സ്നേഹം മനസ്സിലാകുന്നു? ആകെ ഒരു വഴിയേ ഉള്ളൂ, നോവൽ വായിക്കുക, സിനിമ കാണുക. പക്ഷെ അത് അഭിനയമല്ലേ? അവിടെ സ്നേഹമായിട്ട് അഭിനയിക്കുക, അത് സ്നേഹമല്ല. 5 ലക്ഷം രൂപ കൂലി മേടിച്ചാ സ്നേഹിച്ചത്, സ്നേഹം അഭിനയിച്ചത്. പിന്നെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെയാണ് 5 കോടി മേടിക്കും. സ്നേഹം അഭിനയിച്ചതാ. ആൾക്കാരിരുന്ന് കരയുക, കാശ് കൊണ്ട് അവര് പോയി. സ്നേഹം എങ്ങനെ മനസ്സിലാക്കും? ഒരപ്പൻ മോനെ നന്നാക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അന്ന് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൻ പറയുന്നത് അപ്പന് എന്നോട് സ്നേഹമില്ല, അപ്പൻ എന്നെ ജനിച്ചിട്ട് വഴക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കാര്യവും നല്ലത് പറഞ്ഞിട്ടില്ല. അതേസമയം എൻ്റെ പെങ്ങളെ എപ്പോഴും പുകഴ്ത്തിയും പറയും. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. രണ്ടുപേരെ ഒരുപോലെയൊക്കെ ആണെന്നെങ്കിലും കാണിക്കലും ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്നെ ഇവനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു മുറിയിലോട്ട് വിളിച്ചോണ്ട് പോയി. സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ അപ്പം പുറകെ വന്ന് ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കുക. ഇവൻ എന്നാ പറയുന്നതെന്ന് അറിയാൻ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പരിപാടി ശരിയാവില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഈ ചെറുക്കൻ മനസ്സ് തുറന്നായിരുന്നു, കുറെ കാര്യം പറഞ്ഞപ്പോൾ ഈ അപ്പൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ട് എന്നോട് പറയാ, പാസ്റ്റർ ഇവിടെ കത്തിയുണ്ടോ, എടുത്ത് അവന്റെ കൈക്കോട്, എന്റെ ചങ്ക അങ്ങോട്ട് കുത്തി കീറിയിട്ട് എന്റെ ലിവർ എടുത്ത് അവന്റെ കൈക്കോട്, ഞാൻ അവനെ എത്ര സ്നേഹിക്കുന്നെന്ന് ആ ലിവറിൽ എഴുതിയിട്ടുണ്ട്. എന്താ ഇതിന്റെ ഡിഫിക്കൽറ്റി എന്ന് പിടികിട്ടിയോ? സ്നേഹം ഇതിനകത്തിരുന്നാ എങ്ങനെ പിള്ളേരറിയുന്നത്? അത് കാരണം ഇംഗ്ലീഷുകാർ ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ സ്നേഹം മനസ്സിലാക്കും? അതാണ് ഈ പാട്ടിനകത്ത് പാടിയത്. അഴുകി നാറും ശവസമാനരായ പാപികൾക്ക് അഴക് നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിയിടും ദൈവസ്നേഹം. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ മനുജനോട് കരുണ കാണിച്ചതിന് കാരണം. അതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം അറിയാമോ? അതിന്റെ നീളം അറിയാമോ? അതിന്റെ ആഴം അറിയാമോ? അതിന്റെ ഉയരം അറിയാമോ? നിങ്ങൾക്കറിയാമോ? കോടിക്കണക്കിന് രക്തസാക്ഷികൾ സുവിശേഷത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ട്. അവർക്ക് ദൈവസ്നേഹം അറിയാം. റോമർ 8:34 മുതൽ ആരെങ്കിലും ഒന്ന് മൈക്കിൽ കൂടെ വായിച്ചോ? ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ഞാൻ പറയുമ്പോൾ ദൈവമക്കളെ നേറ്റു പറയണം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? എന്നെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? പറയാവോ? ഇത്രയും സാധനം അഭിമുഖീകരിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇത്രയും പ്രശ്നമുള്ള ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടോ?
ഒരെണ്ണം ഉണ്ട്, ആദ്യത്തേത് കഷ്ടത. അതെന്തുവാ? ഇന്നലെ രാത്രി കറണ്ട് പോയി, അത് തന്നെ. മിനിഞ്ഞാന്ന് രാത്രി കൊതുക് പിടിച്ചു, അത് തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹം, അതിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഉലകത്തിലാർക്ക് കഴിയില്ല. ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര പേര് ഉറച്ചിരിക്കുന്നു? കരങ്ങളത് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ കൈകളൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയണം, എന്നെ വേർപിരിക്കാൻ കഴിയില്ല, എന്നെ വേർപിരിക്കാൻ കഴിയില്ല. കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവർ, അതാണ് ഫസ്റ്റ് ലെവൽ. ആ അറിവിന്റെ വ്യാപ്തിയെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ അതിന്റെ 14 മുതൽ 19 വരെ വായിച്ചാൽ അതിന്റെ ഒരു പരമാവധി വിശദീകരണം കാണാം. ഒന്ന് വായിച്ചേരെ. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. അപ്പോ ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഒറ്റയ്ക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല. 96 വയസ്സുള്ള ചെറിയാച്ചായനോട് ചോദിച്ചാൽ നിങ്ങൾ കാണാത്ത ഒരു ലെവൽ ഓഫ് ലവ് അദ്ദേഹം പറഞ്ഞു തരും. അന്ന് പാട്ടമൈക്കും കൊണ്ട് ഇതിലെ നടന്നത് ആരെന്നാ കൊടുത്തിട്ടാ? ദൈവസ്നേഹം നിർബന്ധിക്കുന്നു. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ കുറ്റക്കാരനാകുകയില്ലേ? ഇത് പണം കൊടുത്താൽ നടക്കുന്ന ജോലിയല്ല, അതുകൊണ്ട് പണം നിർത്തിയാൽ നിൽക്കുന്ന ജോലിയുമല്ല. ഹല്ലേലൂയ! ഇത് പേടിപ്പിച്ചാൽ നിർത്തുന്ന ജോലിയല്ല, ഇത് മരിക്കാൻ മനസ്സുള്ളവരുടെ മാർഗമാണ്. കൂപ്പർ എന്ന സായിപ്പിനെ പാടത്ത് വെച്ച് വെട്ടിയപ്പോൾ കേരളത്തിലെ ഒരു പ്രഭാഷകനോട് പത്രക്കാർ ചോദിച്ചു, ഇതാണ് സ്ഥിതിയെങ്കിൽ നാളെ പ്രസംഗിക്കുന്നത് എങ്ങനെ? അദ്ദേഹത്തിന്റെ മറുപടി, ക്യാൻസർ വന്ന കീമോതെറാപ്പി എടുത്ത് ചാകുന്നതിനേക്കാൾ നല്ലത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വെട്ടിക്കൊല്ലുന്നതല്ലേ? ക്രിസ്തുവിന്റെ സ്നേഹം അറിയാമോ സഹോദരി? അറിയാമോ സഹോദര? ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ. ഒത്തിരി പഴയ പാട്ടാ. ഇവിടെ ഇരിക്കുന്ന സാറാമ സൗകര്യക്ക് അറിയാം. നിങ്ങൾ ആരെങ്കിലും മൈക്ക് കൊടുക്കാമെങ്കിൽ എൻ്റെ കൂടെ പാടും. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞാൽ മാത്രം പോരെ, പാടാൻ ഒരു ഇച്ചിരി കഴിവും വേണമല്ലോ. ഉണ്ടോ? മൈക്ക് ഒരെണ്ണം കൊടുക്കാവോ? അങ്ങോട്ട് എത്തുകയില്ലായിരിക്കും അല്ലേ? എത്തുകയില്ലെങ്കിൽ സൗകര്യം ഇങ്ങോട്ട് വരും. പഴയ പാട്ടുകാരിയാ. സ്വതന്ത്രം. മൈക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ചേർന്ന് പാടാൻ കരങ്ങളടിച്ച്.
ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ, അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ, അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ, മനുഷ്യനോടു കരുണ കാണിച്ചതിനു കാരണം. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ, മനുഷ്യനോടു കരുണ കാണിച്ചതിനു കാരണം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ. കുരിശിലെ ഗജാതനെ തകർത്തു വൈരികൾ, കനിശവും വിമോചനം വരുത്തി വെക്കയോ. കുരിശിലെ ഗജാതനെ തകർത്തു വൈരികൾ, കനിശവും വിമോചനം വരുത്തി വെക്കയോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ. സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ അനുഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും നരർക്കതേകിയ. സ്വർഗമതിയുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും നരർക്കതേകിയ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ. അഴുകിനാറും ശവസമാനരായ പാപികൾ അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. അഴുകിനാറും ശവസമാനരായ പാപികൾ അഴകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ, അതിനുള്ള കലമുയരമാഴം അപ്രമേയമേ. കരങ്ങൾ ഉയർത്തി മഹത്വം കർത്താവിന് കൊടുത്താട്ടെ. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞതിനാൽ തൻ്റെ സഭയിലുള്ളവരത് അറിയാൻ വേണ്ടി താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞാൽ നാം പാപം ചെയ്യത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞാൽ നാം കൈക്കൂലി വാങ്ങത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞാൽ നാം അഴിമതിക്ക് കൂട്ടു നിൽക്കത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞാൽ നാം നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറിപ്പോവും, നമ്മുടെ സ്വഭാവം മാറിപ്പോവും. ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ സന്ദേശത്തിന്റെ പകുതി സമയമായി. എൻ്റെ കർത്താവേ, ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒന്നുകൂടെ ഗ്രഹിക്കുക.
അതിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ആമേൻ. വചനം കാണിച്ചു തരാം. പ്രാർത്ഥനയോടുകൂടെ ഗ്രഹിച്ച് നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു ചിത്രം പതിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് വാക്യം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. എങ്ങോട്ടയച്ചു? ബേത്ലഹേമിലേക്ക് അയച്ചു. എങ്ങനെ അയച്ചു? മനുഷ്യനായിട്ട് അയച്ചു. എന്തിനു വേണ്ടി അയച്ചു? നാം അവനാൽ ജീവിക്കേണ്ടതിന് അയച്ചു. സ്തോത്രം. നിങ്ങളുടെ മക്കൾ പഠിക്കാനോ ജോലിക്കോ വിദേശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ അവരെ എവിടെ പാർപ്പിക്കും എന്നോർത്ത് ഭാരപ്പെട്ടിട്ടുണ്ടോ? അവരുടെ അക്കോമഡേഷനെ കുറിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കും. പലരെ വിളിക്കും. ആസ്ട്രേലിയയിൽ, ന്യൂസിലാൻഡിൽ, എവിടെയാണെങ്കിലും നമ്മുടെ മക്കൾ എവിടെ താമസിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ടെൻഷനുണ്ട്, ഇല്ലേ? ദൈവം തന്റെ പുത്രനെ ഭൂമിയിലോട്ട് അയച്ചപ്പോൾ എവിടെ അയച്ചു? ഏറ്റവും ദരിദ്രമായ ഒരു വീട്ടിലോട്ട് അയച്ചു. BPL റേഷൻ കാർഡുള്ള ഒരു വീട്ടിലോട്ട് അയച്ചു. കംഫർട്ട് സോണിൽ നിന്ന് ഒട്ടും കംഫർട്ട് അല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അയച്ചു. ശാപകരമായ ഭൂമിയിലേക്ക് അയച്ചു. ശത്രുക്കളുടെ ഇടയിലേക്ക് അയച്ചു. ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് അയച്ചു. യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തടത്തേക്ക് അയച്ചു. ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ മാതാവ് ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചു. ബേത്ലഹേമിലെ സത്രത്തിൽ അവർ മുട്ടിനോക്കി. സ്ഥലമില്ലാതെ വന്നപ്പോൾ അവർ പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ കിടത്തി. ദൈവസ്നേഹം. തന്റെ ഓമനപുത്രനെ, ഏകജാതനെ ഒരു സുരക്ഷിതത്വവുമില്ലാത്ത സ്ഥലത്തേക്ക് പിതാവ് അയച്ചു. അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി
ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? ദൈവസ്നേഹം കാണുവാൻ നിങ്ങൾ ബേത്ലഹേമിലേക്ക് വരിക. അവിടെ പരമസമ്പന്നൻ പരമദരിദ്രനെ പോലെ പിറക്കുന്നത് കാണാം. ദൈവപുത്രൻ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടവനായി, ഉപേക്ഷിക്കപ്പെട്ടവനായി കിടക്കുന്ന കാഴ്ച കാണാം. ആദ്യമേ കാണാൻ പോയത് ആട്ടിടയന്മാരാണ്. അവര് ചെന്ന് ദയനീയമായ സ്ഥിതിയിൽ ആ കുഞ്ഞിനെ കണ്ടു. എങ്കിലും ദൂതന്മാരുടെ വാക്കുകൾ ഇടയന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ബഹുമാനത്തോടെ ആ കുഞ്ഞിനെ കണ്ടിട്ട് മടങ്ങിപ്പോയി. ഇന്ന് രാത്രിയിൽ ബേത്ലഹേമിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആത്മാവിൽ ക്ഷണിക്കുന്നു. അവിടെ പോയാൽ നിങ്ങൾക്ക് ദൈവസ്നേഹം കാണാം. അവിടെ പോയാൽ നിങ്ങൾക്ക് ദൈവസ്നേഹം കാണാം. വചനം ഇങ്ങനെയാണ് വായിച്ചത്: ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. രണ്ടാമത്, ദൈവസ്നേഹം പ്രത്യക്ഷപ്പെടുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. പ്രത്യക്ഷമായി ബേത്ലഹേമിൽ. വീണ്ടും പ്രത്യക്ഷമായത് എവിടെ? അടുത്ത വാക്യം 1 യോഹന്നാൻ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഒന്നോടെ വായിച്ചോ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ആമേൻ. 1 ജനനം, 2 മരണം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. ദൈവസ്നേഹം കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗോൽഗോഥായിലേക്ക് ക്ഷണിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനവും കൂടെ ഇത്തരുണത്തിൽ വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവസ്നേഹം കാണണമോ? ക്രൂശിലേക്ക് നോക്കുക. ദൈവസ്നേഹം കാണണമോ? ഗോൽഗോഥായിലേക്ക് വരിക, ക്രൂശിലേക്ക് നോക്കുക. നാം പാപികളായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം ദോഷികൾ ആയിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ, നമ്മിൽ ഒരു യോഗ്യതയും ഇല്ലാത്തപ്പോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അവിടെ വീണ്ടും വായിക്കുന്നു, റോമർ 8:5 6, 7, 8 ചേർത്ത് വായിച്ചാട്ട്. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ
ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ആ വാക്യം ശ്രദ്ധിക്കണം. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം എന്ന് പറഞ്ഞാൽ, ഞാനൊരു നീതിമാനാണെന്നോർത്ത് എനിക്ക് വേണ്ടി ആരും മരിക്കണമെന്നില്ല. അടുത്ത വാക്യം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. എന്താ നീതിമാനും ഗുണവാനുമായിട്ടുള്ള വ്യത്യാസം? എനിക്ക് അങ്ങനെയുള്ള മനുഷ്യരുടെ പേരറിയാം, പക്ഷെ പറഞ്ഞ മോശമല്ലേ. ചിലർ നീതിവാന്മാരാ, പക്ഷെ ആർക്കും ഒരു ഗുണവും ചെയ്യേ. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർ നീതിവാന്മാരാണെന്ന് എല്ലാവരും അറിയണം. എന്നാൽ ചിലര് അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യർക്ക് നന്മ ചെയ്യാന്നാണ്. അതിലെ നീതിമാന്റെ പേര് ഞാൻ പറയുന്നില്ല, ഗുണവാന്റെ പേര് പറയാം. ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് അങ്ങനെ നീതിമാനാണെന്നുള്ള പേരില്ല, പക്ഷെ ഗുണവാനാണെന്ന് പേരുണ്ട്. അദ്ദേഹം ഒരു ആയുസ് കൊണ്ട് ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്തു. അതുകൊണ്ട് ആ കല്ലറയിൽ ഇപ്പോഴും ആളുകൾ പോണത്. ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. അപ്പൊ രണ്ട് ലെവല് കണ്ടല്ലോ. ഒന്ന് നീതിമാന് വേണ്ടി ആരും മരിക്കുകയൊന്നുമില്ല. ഗുണവാന് വേണ്ടി ചിലപ്പോൾ മരിക്കും, കാരണം എനിക്ക് അദ്ദേഹം ഗുണം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് കേട്ടോ, വായിച്ചോ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. എന്നാൽ പാപിക്ക് വേണ്ടി മരിക്കുവോ ആരെങ്കിലും? പാപിക്ക് വേണ്ടി മരിക്കുവോ? ഇല്ല. സകല മതങ്ങളും എടുത്ത് പരിശോധിച്ചോളൂ, സകല ഇസങ്ങളും എടുത്തോളൂ, പാപിക്ക് വേണ്ടി ആര് മരിക്കും? ഇതാണ് ബൈബിളിന്റെ പ്രത്യേകത. ഇതാണ് സുവിശേഷത്തിന്റെ യുണീക്നെസ്, ദ യുണീക്നെസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകത. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇങ്ങനെ ദൈവസ്നേഹത്തെ അറിയുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് അവസാനിപ്പിക്കാം. സ്നേഹം അറിയുക എന്നതിനേക്കാൾ ഒരു പടിയുടെ ഉയർന്ന ഒരു കാര്യം പറയട്ടെ. സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുക. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിലും സുവിശേഷം പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആകത്തുക ദൈവത്തിന്റെ സ്നേഹമാണ്. ഇനിയും 10 ദിവസം കൂടെ യോഗം നീട്ടിയാലും ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം എന്ന പാട്ടിന് 5 ട്യൂണുണ്ട്. പ്രസിദ്ധരായ ഗായകരൊക്കെ ആ പാട്ട് പാടിയിട്ടുണ്ട്. 5 ട്യൂണിൽ അത് പാടാം. ഈ വർഷം അതിനെക്കുറിച്ചൊരു വീഡിയോ ആവിഷ്കാരം വന്നിട്ടുണ്ട്. 5 ഉടമസ്ഥർ ആ പാട്ടിനുണ്ട്. പണ്ട് കാലത്തൊക്കെ പാട്ട് എഴുതിയത് ആരാന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് കാരണം പല അവകാശികൾ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുന്നംകുളത്ത് ഒരു തൊമ്മിയുപദേശിയാണ് എഴുതിയതെന്ന് ഏകദേശം ആധികാരികമായി ഒരു രേഖ ഞാൻ കാണുകയുണ്ടായി. ആ പാട്ട് അതിന് തുല്യം മറ്റൊരു പാട്ട് ഇറങ്ങിയിട്ടില്ല. മദ്യപാനികൾക്കും ആ പാട്ടറിയാം. സിമ്പിൾ ട്യൂണാണ്, ഒത്തിരി പഴയതാണ്.
അത് ചിന്തയിലടങ്ങാം. സിന്ധു വലിയ നദിയാണ്. സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്ത് അതിശയമേ ദൈവത്തിന് സ്നേഹം. മോദമെഴും തിരുമാർവിൽ ഉല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാം യേശുവേ, പാപികൾക്കായി തന്ന സ്നേഹം അതിശയമേ. ദൈവസ്നേഹത്താൽ നിർബന്ധിതരാകുവാൻ ഈ രാത്രിയിലെ യോഗം ചിലർക്കെങ്കിലും ഇടയാക്കട്ടെ. ആ നിർബന്ധം വന്നാൽ മാത്രമേ സുവിശേഷ വേല ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യാൻ പറ്റുകയില്ല. മനുഷ്യരുടെ സ്വഭാവം നോക്കിയിട്ടാണെങ്കിൽ, മനുഷ്യരുടെ സ്നേഹം നോക്കിയിട്ടാണെങ്കിൽ അധികം കാലമൊന്നും ഇത് ചെയ്യാനൊക്കത്തില്ല. കർത്താവിന്റെ സ്നേഹത്താൽ മാത്രമേ ഈ ദൗത്യം നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വില്യം കേറി ഇംഗ്ലണ്ട് പോലെയുള്ള നല്ല രാജ്യത്തു നിന്ന് കൽക്കട്ട പോലെയുള്ള ചൂടുള്ള മണ്ണിലേക്ക് വന്ന് അതികഠിനമായ വില കൊടുത്ത് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു. 18ഓളം ഭാഷകൾ പഠിച്ചു. മലയാളത്തിന് ഡിക്ഷണറി ഉണ്ടാക്കി, ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി ഡിക്ഷണറി ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ? ദൈവസ്നേഹം മനുഷ്യരെ പഠിപ്പിക്കാൻ. ദൈവസ്നേഹം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടു. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ബുക്ക് ലോകത്തിലുണ്ട്, അത് ബൈബിളാണ്. ദൈവസ്നേഹത്തെ പറ്റി വിവരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, അത് ബൈബിളാണ്. അതുകൊണ്ട് ഇപ്പോഴും അതിന്റെ തർജ്ജിമ നടന്നുകൊണ്ടിരിക്കുന്നു. മുളന്തുരുത്തിക്കാരൻ ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മകൻ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും വീണ്ടും ഉന്നത പഠനങ്ങളും നടത്തിയിട്ട് ജാർഖണ്ഡിൽ താമസിച്ചുകൊണ്ട് ബൈബിൾ തർജ്ജിമയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്താ ബ്രദറെ, വേറെ ജോലി കിട്ടിയില്ലേ? കിട്ടാഞ്ഞിട്ടല്ല. ഡോക്ടറേറ്റ് ഉള്ള നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തിനാ കഷ്ടപ്പെടുന്നേ? വളരെ സൗകര്യമുള്ള വീട്ടിലെ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. പക്ഷെ ആ യുവമിഥുനങ്ങളുടെ മനസ്സിൽ ബൈബിളില്ലാത്ത, ദൈവസ്നേഹം അറിയാത്ത ആ നാട്ടിൽ ബൈബിൾ തർജ്ജമ ചെയ്യണമെന്ന് തോന്നി. ആരെങ്കിലും 1000 രൂപ കൊടുക്കുമെന്ന് ഓർത്താണെങ്കിൽ അധികം ദിവസം നിൽക്കാൻ ഒക്കുകയില്ല. അവരവിടെ ചെന്നു, ട്രാൻസ്ലേഷൻ ആരംഭിച്ചു. അത് പറയുമ്പം പെട്ടെന്ന് അങ്ങ് തീരും. ഒരു ട്യൂഷൻ സെന്റർ പോലെ ആരംഭിച്ച് അന്നാട്ടുകാരിൽ വിദ്യാഭ്യാസമുള്ളവരെ ചേർത്ത് 10 കൊല്ലം എടുക്കും ഇതിന്റെ വർക്ക് നടക്കുമ്പോൾ. അങ്ങനെ 3 കൊല്ലം കൊണ്ട് ഒരു ടീമിനെ സജ്ജമാക്കി. ആ ടീമിനെ കുറച്ചു ദിവസത്തേക്ക് നാട്ടിൽ കൊണ്ടുവന്ന് അവരെ ബൈബിളൊന്ന് പഠിപ്പിച്ചാലല്ലേ ട്രാൻസ്ലേഷനിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ കൊണ്ടുവരാനായിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുമ്പോൾ ആരോ ഒറ്റ കൊടുത്തു, അറസ്റ്റ് ചെയ്തു. എനിക്കറിയാവുന്ന ആ പോലീസ് ഇൻസ്പെക്ടറുടെ മകൻ 4 or 5 ദിവസം റിമാൻഡിൽ കിടന്നു. അതിനുശേഷം പലര് വഴി വിളിച്ചു പറഞ്ഞ് ഇടപെട്ടപ്പോൾ തൽക്കാലം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ 15ഓളം ആളുകളെ ഇനി മാറി മാറി ചോദ്യം ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും തെറ്റിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ തന്നിട്ടാണെന്നോ ഞങ്ങളെ മതം മാറ്റാനാണെന്നോ ഇവരുടെ വായിന്ന് വന്നു പോയെങ്കിൽ നമ്മുടെ യൗവനക്കാരന് വെളിച്ചം കാണാൻ പറ്റുകയില്ല. അപ്പൊ അതുവരെ അവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. മോനെ, നിന്നെ ആരാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്?
നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ? അവന്റെ മറുപടി, എന്നെ കെട്ടിയിരിക്കുന്നത് ദൈവസ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം കേരളത്തെ ഒത്തിരി കാലം മുമ്പ് തേടി വന്നു. കറുകച്ചാൽ മല്ലപ്പള്ളി പ്രദേശങ്ങൾ ഭാഗ്യമുള്ള മണ്ണാണ്. മിഷണറിമാർ കാലുകുത്തിയ മണ്ണാണ്. ദൈവസ്നേഹത്തിന്റെ ദൂതും മുഴങ്ങിയിട്ട് 100 കൊല്ലമായ മണ്ണാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ എത്ര പേർ സുവിശേഷത്തിന്റെ ദൂതുമായി പോകാൻ തീരുമാനമെടുക്കും? ഞാൻ ഈ സന്ദേശത്തിന്റെ സമാപനത്തിലേക്ക് വരുന്നു. ദൈവസ്നേഹം അറിയുക, ദൈവസ്നേഹത്താൽ നിർബന്ധിതരാകുക. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. ദൈവസ്നേഹത്തിന്റെ മുൻപിൽ ജീവിതത്തെ സമർപ്പിക്കുക. 2 കൊരിന്ത്യർ 5:15 എല്ലാവർക്കും വേണ്ടി ഒന്ന് വായിച്ചേരെ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു എന്ന ആ പ്രയോഗം ഒരല്പം ഒന്ന് മാറ്റി വായിക്കേണ്ടതുണ്ട്. ലളിത തർജ്ജമകളിൽ നിന്ന് വായിച്ചാൽ എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളെ സമ്മതിപ്പിക്കുന്നു എന്നാണ് ശരി തർജ്ജിമ. ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒടുവിലത്തെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടാട്ട്. ഇവിടെയോ ദൂരെയോ ഇരുന്ന് കേൾക്കുന്നവരോട് എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ അത് യേശുക്രിസ്തുവാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവർക്കും വേണ്ടി മരിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? ചോദ്യം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതാരാണ്? സംശയം വേണ്ട, അത് യേശുക്രിസ്തുവാണ്. എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ആ ഒരുവന്റെ പേര് യേശുക്രിസ്തു. ആണോ? അതെ. അതെങ്ങനെയാ പറയുന്നത്? തിരുവെഴുത്ത് പറയുന്നു, അവൻ ലോകത്തിന്റെ പാപം ചുമക്കാൻ വന്നു. സർവ്വലോകത്തിന്റെ പാപം തന്റെ മേൽ ചുമത്തി അവൻ ആ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ആ എല്ലാവർക്കും വേണ്ടി എന്നിടത്ത് എനിക്ക് വേണ്ടി എന്നൊരാൾ തിരിച്ചറിയുമ്പോൾ അവൻ അന്നൊരു തീരുമാനമെടുക്കുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. ഇനിയുമുള്ള എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി എന്ന് ഒരുവൻ സമർപ്പിച്ച് ഏറ്റുപറയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അങ്ങനെയാണെങ്കിൽ ദൈവസ്നേഹത്തിന് മുൻപിൽ ഒരു സമർപ്പണം ചെയ്യുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് ഈ സമർപ്പണത്തിനായി ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കുന്നു. എൻ പേർക്കു ജീവൻ തന്ന നാഥനേ, അങ്ങേയ്ക്കായി എന്ത് നൽകാൻ കഴിയുമോ? എൻ പേർക്കു ജീവൻ തന്ന നാഥനേ, അങ്ങേയ്ക്കായി എന്ത് നൽകാൻ കഴിയുമോ? അതാണെന്നാശയെ, അതാണെന്നാഗ്രഹം, എൻ പേർക്കു ജീവൻ തന്ന നാഥനേ. അതാണെന്നാശയെ,
അതാണെന്നാഗ്രഹം എൻ പേർക്കു ജീവൻ തന്ന നാഥനെ. കണ്ണുകളടച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചേർന്ന് പാടാൻ ശ്രമിക്കാം. എൻ പേർക്കു ജീവൻ തന്ന നാഥനെ, അങ്ങേയ്ക്കായി എന്തു നൽകാൻ കഴിയുമോ? എൻ പേർക്കു ജീവൻ തന്ന നാഥനെ, അങ്ങേയ്ക്കായി എന്തു നൽകാൻ കഴിയുമോ? അതാണെന്നാശയേ, അതാണെന്നാഗ്രഹം, എൻ പേർക്കു ജീവൻ തന്ന നാഥനെ. അതാണെന്നാശയേ, അതാണെന്നാഗ്രഹം, എൻ പേർക്കു ജീവൻ തന്ന നാഥനെ. ഉദരത്തിൽ ഉരുവാകും മുന്നമേ ഉയരത്തിൽ നിന്നെന്നെ കണ്ടവൻ, ഉദരത്തിൽ ഉരുവാകും മുന്നമേ ഉയരത്തിൽ നിന്നെന്നെ കണ്ടവൻ, ഉന്നത വിളിയന്റെ ഉള്ളിൽ നിറച്ചവൻ, ഉയരത്തിലെ ശക്തി തന്നവൻ. ഉന്നത വിളിയന്റെ ഉള്ളിൽ നിറച്ചവൻ, ഉയരത്തിലെ ശക്തി തന്നവൻ. എൻ പേർക്കു ജീവൻ തന്ന നാഥനെ, അങ്ങേയ്ക്കായി എന്ത് നൽകാൻ കഴിയുമോ? എൻ പേർക്കു ജീവൻ തന്ന നാഥനെ, അങ്ങേയ്ക്കായി എന്ത് നൽകാൻ കഴിയുമോ? അതാണെന്നാശയേ, അതാണെന്നാഗ്രഹം, എൻ പേർക്കു ജീവൻ തന്ന നാഥനെ. അതാണെന്നാശയേ, അതാണെന്നാഗ്രഹം, എൻ പേർക്കു ജീവൻ തന്ന നാഥനെ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. ഒരു ജീവിതമേ ഉള്ളൂ. യൗവനത്തിൽ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കേ. എൻ്റെ പേർക്ക് ജീവൻ തന്ന കർത്താവേ, നിനക്ക് തരാൻ എൻ്റെ ജീവിതമല്ലാതെ മറ്റൊന്നില്ലെന്ന് ഇന്ന് രാത്രി യേശുവിനോട് പറ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്നേഹം അറിഞ്ഞവരാണ് ഇവിടെ വന്ന ഭൂരിപക്ഷം പേരും. അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ബേത്ലഹേം വഴി ഗോൽഗോത്തയിലേക്ക് വരിക. ജീവിതം കർത്താവിനായി സമർപ്പിക്കുക. ദൈവസ്നേഹം അറിഞ്ഞവർ ജീവിതം പാഴാക്കി ആഴ്ചയിൽ ഒന്ന് ചർച്ചിൽ പോയി അവസാനിപ്പിക്കാതെ അതിനപ്പുറത്ത് ചിലത് ചെയ്യാൻ ഒരുങ്ങണം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി, ദൈവസ്നേഹത്തിൻ്റെ വാഹകരായി, സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ആ പഴയ പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. ഇവിടെ നല്ലൊരു കൊയറുണ്ട്. അവരോട് ചേർന്ന് കരങ്ങളടിച്ച് ഉത്സാഹത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൈകളും ഉയർത്തിപ്പിടിക്കാം. പ്രിയ കർത്താവേ, ദൈവസ്നേഹത്തെ അറിയാനും അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുവാനും ഈ വചനം കേട്ടവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.